ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലചിന മൈസ്റ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ശ്രീഗോകുലം നഴ്സിംഗ് കോളേജിനെ പറ്റിയിട്ടാണ് കേട്ടോ. അഡ്മിഷനൊക്കെ നടക്കുന്ന ടൈമാണ്. +2 കഴിഞ്ഞിട്ട് ഏത് കരിയർ ചൂസ് ചെയ്യണം, അങ്ങനെ ഇപ്പോൾ നഴ്സിംഗിന് വേണ്ടി ചൂസ് ചെയ്യുന്നവർക്ക് ശ്രീഗോകുലം നഴ്സിംഗ് കോളേജ് എങ്ങനെയാണ്, അതിൻ്റെ അവിടുത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്, അവിടെ പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡൻറ്റ്, അതായത് ഞാൻ, എൻ്റെ ഒരു എക്സ്പീരിയൻസും എങ്ങനെയൊക്കെയാണെന്നാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എൻ്റെ ഗ്രാജുവേഷൻ്റെ വീഡിയോ കണ്ടിട്ട് ആ കോളേജ് എങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു അവർക്ക് അവിടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ഫസ്റ്റ് ഞാൻ ആദ്യം പറയുന്നു, ശ്രീഗോകുലം നഴ്സിംഗ് കോളേജ് നഴ്സിംഗിന് ഏറ്റവും ബെസ്റ്റ് കോളേജാണ് കേട്ടോ. എല്ലാ അംഗീകൃതവും ആ കോളേജിനുണ്ട്. അവിടുന്ന് പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് പല സ്ഥലത്ത് അവൈലബിളാണ്. എന്നും പ്രൗഡോടെ തന്നെ നിൽക്കാം. നല്ലൊരു മെഡിക്കൽ കോളേജിൽ തന്നെ, ഒരു പ്രൈവറ്റ് ആണ് ശ്രീഗോകുലം നഴ്സിംഗ് കോളേജ്. ഇപ്പോഴും ഞാൻ അഭിമാനത്തോടെ പറയും ഞാൻ പഠിച്ച കോളേജ് ശ്രീഗോകുലം ആണെന്ന്. അപ്പോൾ ഈ കോളേജ് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂട് അറിയാലോ, സുരാജ് വെഞ്ഞാറമൂട് ആക്ടർ. ആ സ്ഥലം അറിയാത്തവർക്ക് സുരാജ് വെഞ്ഞാറമൂടിനെ അറിയാത്ത ആരും കാണില്ല. അപ്പം നമുക്ക് അങ്ങനെയും സ്പെസിഫൈ ചെയ്ത് പറയാം. തന്നെ ശ്രീഗോകുലം നഴ്സിംഗ് കോളേജിൻ്റെ ചെയർമാൻ ഗോകുലം ഗോപാലൻ ആ സാറും ഭയങ്കര പബ്ലിസിറ്റിയാണ്, ഒരുപാട് സിനിമകൾ ചെയ്തു. അത് മാത്രമല്ല ഫ്ലവേഴ്സ് ചാനലാണെന്ന് തോന്നുന്നു, അങ്ങനെ പബ്ലിസിറ്റി നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കോളേജാണ് ശ്രീഗോകുലം. മെഡിക്കൽ കോളേജും ഉണ്ട്, നഴ്സിംഗ് കോളേജും ഉണ്ട്. ഇത്രയാണ് കോളേജിനെ പറ്റി പറയാനുള്ളത്. അത്രയധികം പബ്ലിസിറ്റി നേടിയിട്ടുള്ളൊരു കോളേജാണ്. ആരോട് പറഞ്ഞാലും അറിയപ്പെടുന്ന ഒരു കോളേജാണ് കേട്ടോ. സോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് കോളേജിനെ പറ്റി പറയുന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ആദ്യം ജനറൽ നഴ്സിംഗ് ആയിരുന്നു. ജനറൽ നഴ്സിംഗ് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ BSc എന്നാണ് കേട്ടോ പറയുന്നത്, പോസ്റ്റ് BSc നഴ്സിംഗ്. സോ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ്, അതായത് GNM കഴിഞ്ഞവർക്ക് നെക്സ്റ്റ് ഡിഗ്രി ഓപ്ഷനാണ് PBBSc. അത് പഠിക്കാൻ വേണ്ടിയിട്ടോ ശ്രീഗോകുലം ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് ആ കോഴ്സ് 2 വർഷമാണ്. നോർമലി എല്ലാവരും +2 കഴിഞ്ഞ് BSc നഴ്സിംഗ് എടുക്കുക, അത് 4 years ആണ്. ടോപ്പിക്കൊക്കെ സെയിം ആണ്. 4 വർഷം പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ 2 വർഷം വീണ്ടും കലക്കി കുടിച്ചിട്ടാണ് നമ്മൾ ആ PBBSc എടുത്തിറങ്ങുന്നത്. എന്നാലും എനിക്ക് BSc നഴ്സിംഗിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം നമ്മൾ ജനറൽ കഴിഞ്ഞ് വന്നിട്ടായിരുന്നാലും 2 വീക്കിലാണ്. പക്ഷേ BScക്കാട്ടി കുറച്ച് ലെവലായിരിക്കും PBBScക്കാട്ടി കുറച്ച് ലെവലാണ് MSc. അങ്ങനെയാണ് അതിൻ്റെ ലെവൽ സ്റ്റാറ്റസ് പോകുന്നത്. അങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞില്ല. ഞാൻ BSc ആണ് അവിടെ പഠിച്ചതെന്നാണ് കേട്ടോ പറയുന്നത്. ഡിപ്ലോമ GNM കഴിഞ്ഞിട്ട്, അതായത് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാജുവേഷൻ ഒന്നുമില്ല. ഓൾറെഡി ഗ്രാജുവേറ്റഡ് ആവുന്ന ഒരു ഡിഗ്രി ബേസ് ആവുമ്പോഴാണല്ലോ. PBBSc കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ചാനലൊന്നും ഇല്ലായിരുന്നു. അവരെയൊക്കെ കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. സോ അന്ന് അപ്ലോഡ് ചെയ്തത് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. കുറേ ആൾക്കാർ, അല്ലെങ്കിൽ കുറേ ആൾക്കാരല്ല, സ്റ്റുഡൻസ്, +2 കഴിഞ്ഞ കുട്ടികളാട്ടോ. അപ്പോൾ അവരൊക്കെ ഈ കോളേജിനെ പറ്റി ചോദിച്ചു, നഴ്സിങ്ങിനെ പറ്റി ചോദിച്ചു. അങ്ങനെ കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ റിപ്ലൈ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നും അത് കഴിഞ്ഞ് 2 വീഡിയോസ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 2 വീഡിയോ കഴിഞ്ഞപ്പോഴും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു Q&A ഇട്ട് ചിലപ്പം ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു Q&A ഇടാമെന്നൊരു തീരുമാനം എടുക്കും. ഫസ്റ്റ് Q&A ആണ് കേട്ടോ ചാനലിൽ ഇടാൻ പോകുന്നത്. അങ്ങനെ ഇട്ടു. പക്ഷേ എനിക്ക് ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ വന്നത്. ആ ക്വസ്റ്റ്യന് തന്നെ പക്ഷേ എല്ലാം ഉണ്ട്. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് നഴ്സിങ്ങിനെ പറ്റിയിട്ടൊന്നും അല്ല, എൻ്റെ കോളേജിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം ചോദിച്ച ക്വസ്റ്റ്യൻ എല്ലാം ശ്രീഗോകുലത്തിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്, അങ്ങനെ നഴ്സിങ്ങിനെ പറ്റിയിട്ടല്ല. അപ്പോൾ കോളേജ് നമുക്കറിയാമല്ലോ, നമ്മളൊരു പുതിയൊരു കോളേജിൽ പോകുമ്പോൾ ആ കോളേജ് എങ്ങനെയാണ്, അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്, ഹോസ്റ്റൽ എങ്ങനെയാണ്, അവിടുത്തെ പരിപാടികളൊക്കെ ബാക്കിയുള്ളത് എങ്ങനെ അറിയാം നമുക്കായാലും നമുക്കങ്ങനെ ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും കൂടി ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ചോദിക്കുന്നത്. ഞാനായിരുന്നാലും പഠിക്കുന്നതിന് മുമ്പ് ഞാൻ കോളേജിൻ്റെ പബ്ലിസിറ്റി പറ്റിയിട്ടാണ് പോയത്. അങ്ങനെ ഒരു Q&A ചെയ്യാൻ പ്ലാൻ ഇട്ടപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരാൾ ചോദിച്ച ആ ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാം കവർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആൾ ചോദിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ അതിൽ കൂടുതൽ വേറൊരാൾ വന്ന് പിന്നെ റിപ്പീറ്റഡായിട്ട് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വന്നിട്ട് അഡ്മിഷൻ്റെ ഒക്കെ ഒരു സീസണാണ്. ഒക്ടോബർ ഈ പുതിയ ബാച്ച് കയറുന്ന സമയമാണ്. നഴ്സിങ്ങിന് സെലക്ട് ചെയ്ത് പുതിയ ഫസ്റ്റ് ഇയർ ഒക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോഴും സെയിം ആ വീഡിയോൻ്റെ പുറകിൽ ലേറ്റസ്റ്റ് ആയിട്ട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ആലോചിച്ചു ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവർക്ക് നല്ല ഇതായിട്ട് പറയാം. നമ്മൾ എത്ര ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രയും ഒരു റിപ്ലൈ ടൈപ്പിങ്ങൊന്നും
കറക്റ്റ് ആവില്ല. ഇനിയും വരും വർഷത്തിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചോദിക്കുവാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്രദമാവും. എന്നാലും ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടും പിന്നെ കമൻറ്റ് വരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് അടുത്ത വീഡിയോ ചെയ്യും. കാരണം എൻ്റെ പ്രൊഫഷൻ നേഴ്സിംഗ് ആണ്. സോ നേഴ്സിംഗ് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എല്ലാ കാര്യത്തിനായിരുന്നാലും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്കോപ്പ് നേഴ്സിങ്ങിനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കസിൻസാവോ എന്നോട് ആരെങ്കിലും +2 കഴിഞ്ഞിട്ട് ഏത് പ്രൊഫഷൻ സെലക്ട് ചെയ്തെടുക്കണം, ഞാൻ എല്ലാവരോടും പറയും നേഴ്സിംഗ് എടുക്കും. ഒരു ടൈമിൽ ജോലി ചെയ്യണമെന്ന് തോന്നിയാൽ ഇപ്പോൾ നാളെ ഒരു ജോലിക്ക് കയറണമെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഒരു ക്ലിനിക്ക് അടുത്തുണ്ട്, പോവുക, ജോലി എടുക്കുക, പിന്നെ വരിക, പിന്നെ അതേപോലെ പുറത്തോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി അറിയാലോ. അങ്ങനെ എല്ലാത്തിനും പുറമെ നമ്മൾ നല്ലൊരു കോളേജ് സെലക്ട് ചെയ്ത് നല്ലൊരു ഡിഗ്രി മേടിക്കുക. എവിടെയായാലും ചോദിക്കുക എവിടെ പഠിച്ചത്, നമ്മൾ ഈ പ്രൊഫഷനിൽ കയറുമ്പോൾ ചോദിക്കുക എവിടെ പഠിച്ചത് എന്ന് നമ്മളെല്ലാവരും ചോദിക്കും. ഇപ്പം തന്നെ ഞാൻ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് PBBSc എത്തിയപ്പോൾ തന്നെ ചോദിക്കും എവിടെയാണ് ജനറൽ പഠിച്ചത്, എവിടെയാണ് PBBSc. ഇപ്പോൾ കാരണം ഞാൻ MSc PG ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ MSc എവിടെയാണ് പഠിക്കുന്നത്, അങ്ങനെ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. Q&A ബേസിൽ ഞാൻ ക്വസ്റ്റ്യൻസുകൾ ആൻസർ തരാം കേട്ടോ പെട്ടെന്ന്. ഫസ്റ്റ് കമൻറ്റ് വന്നിട്ട് പൊന്നു നല്ല കോളേജാണോ ചേച്ചിന്ന്. ഇത് നല്ല കോളേജാണ് കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മളവിടെ ഫസ്റ്റ് ഇയർ ആയിട്ടായിരിക്കും കയറി പോകുന്നത്. ഒരു പ്രൊഫഷണൽ കോഴ്സിനോട്ട് കയറുമ്പോൾ ഡിഗ്രി ബേസ് കോളേജിൽ എനിക്കങ്ങനെയൊന്നും അറിയില്ല. ഒരു പ്രൊഫഷണൽ കോഴ്സിൽ നമ്മൾ പോകുന്ന ടൈമിൽ നമുക്ക് കുറച്ച്, അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ ആയിട്ടാണ് പോകുന്നത്. ശ്രീകോകുലത്തെ സംബന്ധിച്ചാണ് ഇവിടെ PG ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ബാച്ചസ് ഭയങ്കരധികം കൂടുതലാണ്. അത് മാത്രമല്ല പോസ്റ്റ് PSc ഉണ്ട്, MSc ഉണ്ട്. ഫസ്റ്റ് ഇയർ കയറുന്ന BScയിൽ നിങ്ങൾക്ക് തന്നെ സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ്, ഫോർത്ത് ഇയേഴ്സ് സ്റ്റുഡൻസ് കാണും. പിന്നെ ഈ പറയുന്ന പോലെ PBBSc 2 വർഷമായതുകൊണ്ട് അവിടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കാണും. പിന്നെ MScയുടെയും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കാണും. അവിടെ നിങ്ങൾ ഫ്രഷറായിട്ട് ഫസ്റ്റ് ഇയർ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. സ്ട്രഗ്ലിംഗ് അല്ല, ഒരു ജൂനിയർ സീനിയർ എന്നൊരു വ്യത്യാസം നല്ലപോലെ കാണും. പിന്നെ അത് മാത്രമല്ല റാഗിങ് സംഭവങ്ങളൊന്നുമില്ല, അതൊക്കെ കോളേജ് നല്ല രീതിയിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് ചില കാര്യത്തിന് ലിമിറ്റേഷൻസ് വരും. നിങ്ങളുടെ ബാച്ചിൽ ചിലപ്പം BScയിലൊക്കെ ഒരു ബാച്ചിൽ 80 പേരൊക്കെയാണ് സ്റ്റുഡൻസ് വരുന്നത്. പക്ഷേ അത്രയും സ്റ്റുഡൻസും സ്ട്രെങ്ത്തും നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞാലും അതേപോലെ ആയിരിക്കും നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഓരോ ക്ലാസ്സിനും ഉള്ളത്. നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഫസ്റ്റ് ഇയർ എന്നൊരു ഇത് കാണും. അത് അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ ഇനി സെക്കൻഡ് ഇയർ ആയി, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ആയി കഴിഞ്ഞാൽ ഇതേ ഒരു മനോഭാവം തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ടൊക്കെ ഞാൻ ജനറലൊക്കെ പഠിച്ചപ്പം ഫസ്റ്റ് ഇയറൊക്കെ ഭയങ്കരധികം ക്രൂഷ്യലായിരുന്നു. ജനറൽ നഴ്സിങ്ങിന് നമുക്ക് ഒരുമാതിരിയായിരുന്നു. ഭയങ്കര റാഗിങ് അല്ല, ചേച്ചിന്ന് വിളിക്കണം, സീനിയറിനെ ഭയങ്കര ബഹുമാനം വിളിക്കണം, കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണം. പക്ഷേ ഈ ഗോകുലത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതായത് ഡിഗ്രി ബേസ് ആകുമ്പോൾ ഒരു ക്യാമ്പസിൻ്റെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കര ലാവിഷാണ്. അപ്പോൾ നമ്മളൊക്കെ ജനറൽ പഠിച്ചപ്പം ഫ്രീ ആയിട്ടൊന്നും ഒട്ടും നടന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇയർ PBBSc കയറിയപ്പോൾ, PBBSc എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളൊരു കോഴ്സ് ജനറൽ കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് നമുക്ക് അത്രയും ഒരു സ്ട്രഗിളിങ് ഇല്ല. ഈ പറയുന്ന BSc ഫോർത്ത് ഇയറിൻ്റെയും സീനിയറിൻ്റെ ആയിട്ട് തന്നെയാണ് ഫസ്റ്റ് ഇയർ നമ്മൾ PBBScക്കും കയറുമ്പോൾ. അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ബേർഡനായിട്ട് തോന്നുന്നില്ല. ചേരുമ്പോഴേ ഒരു ചേച്ചി നല്ലൊരു സീനിയർ തന്നെയാണ്. നമ്മൾ ഓൾറെഡി 3 ഇയറിൻ്റെ ജനറൽ കഴിഞ്ഞിട്ട് വന്ന് ഹയർ സ്റ്റഡീസിന് വന്ന സംഭവമല്ലേ. അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഫ്രീഡം ആ കോളേജിനുണ്ടല്ലോ. അതേപോലെ അല്ല BSc ഫസ്റ്റ് ഇയർ കയറുമ്പോൾ ഒരു അനുഭവം. പക്ഷേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിക്ക് പോകാനും എടുക്കാനും പറ്റുമെങ്കിൽ അവർക്ക് സൂപ്പറായിരിക്കും. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനി ആവുന്നതാണ്. ടീച്ചേഴ്സിൻ്റെയൊക്കെ പ്രസൻസ് ഉള്ളതുകൊണ്ട് വേറെ തരത്തിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോസ്റ്റൽ സംഭവങ്ങളെല്ലാം നമുക്ക് എല്ലാം ഇതായിരിക്കും. സോ അങ്ങനെയൊക്കെ കുറച്ച് ഇത് കാണാതെ അങ്ങനെയാണ്. നിങ്ങളത് പഠിച്ചിറങ്ങുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നത്തില്ല. അത് മാത്രമല്ല, പഠിച്ചെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരധികം മിസ്സാവും. എനിക്കൊക്കെ നല്ല രീതിയിൽ മിസ്സാവുന്നുണ്ട് കോളേജൊക്കെ. അപ്പോൾ കോളേജ് നല്ലതാണെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് കോളേജാണ് കേട്ടോ. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ശ്രീകോകുലത്തിനെ സംബന്ധിച്ചില്ല. നല്ല കോളേജാണ്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്ന് തോന്നും. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയെന്ന് തോന്നുന്നു പൊന്നു. എനിക്കറിയില്ല. പൊന്നുവിനൊക്കെ ഞാൻ അപ്പോഴേ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത് 1 വർഷം മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ആൾ വേണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറും കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും കേട്ടോ. സോ വേറെ ആരെങ്കിലും എങ്ങനെയാണെന്നൊക്കെ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് നല്ലതാണോ ചോദിക്കുന്നതിന് ആൻസർ ആയില്ലേ. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കമൻറ്റിന് വീണ്ടും ലൈക്കും കൊടുത്ത് വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്. പൊന്ന് തന്നെയാണ് വീണ്ടും ചോദിച്ചത് കേട്ടോ, ഫീസൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് കോളേജാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഡ്മിഷൻ വന്നിട്ട് LBSൽ എൻട്രൻസ് എഴുതിയിട്ടാണ് എനിക്ക് കോളേജിൽ അവിടെ കിട്ടിയത്. ജനറൽ നഴ്സിംഗ് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇന്ന കോളേജ് ഞാനായിട്ട് സെലക്ട് ചെയ്ത് പോയതാണ് കേട്ടോ. സോ ഇവിടുത്തെ സീറ്റ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഗവൺമെൻറ് ഇതായിട്ട് വന്നെന്ന് പറഞ്ഞാലും ഒരു പ്രൈവറ്റ് കോളേജിന് അതിൻ്റേതായിട്ടുള്ള ഫീസ് സ്ട്രക്ചർ എല്ലാം നല്ലപോലെ കാണും. BScക്ക് ഒരു കണക്കും പ്രകാരം പറയുവാണെങ്കിൽ
ഓരോ വർഷം ഓരോ ലക്ഷം രൂപ എടുത്തിട്ട് 4 വർഷം 4 ലക്ഷം രൂപയാണ് ഒരു ബേസിക്കായിട്ട് വരുന്നത്. പിന്നെ അഡീഷണൽ കുറേ ചിലവുകൾ കാണും. ഇത് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലൊക്കെയാണ് കേട്ടോ അഡ്മിഷൻ മേടിക്കേണ്ടത്. സോ നഴ്സിങ്ങിന് വേണ്ടി പ്രിഫർ ചെയ്ത് ഞാൻ നഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, കാരണം എനിക്കതിനെ കൂടുതൽ പറയാനൊന്നും അറിയില്ല. ആ ഒരു കോളേജിൻ്റെ സ്ട്രക്ചർ എങ്ങനെ, അതാണ് നമ്മളിപ്പോൾ അതിനല്ല വർക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡൻറ്റിൻ്റെ രീതിയിൽ എനിക്ക് കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറൊന്നും അറിയില്ല. പക്ഷേ പ്രൈവറ്റ് കോളേജിന് നല്ല രീതിക്കുള്ള എമൗണ്ട് ആവും കേട്ടോ. പൈസ വെച്ചിട്ട് നമുക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ശ്രീകോകുലം പ്രത്യേകിച്ച് കാരണം പ്രൈവറ്റ് കോളേജാണ്. നല്ല രീതിക്കുള്ള ഫീസ് സ്ട്രക്ചറുണ്ട്. വീഡിയോൻ്റെ ഇത് വെച്ചിട്ട് ഓരോരുത്തർ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാനൊരു BSc സ്റ്റുഡൻറ്റിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ആൾക്ക് ഏകദേശം 5-6 ലാഖിന് എബോവ് ആയെന്നൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെയാണ് നഴ്സിങ്ങിൻ്റെ 4 വർഷത്തെ കോഴ്സല്ലേ. പ്രൊഫഷണൽ അങ്ങനെയാണ്. കാരണം MBBS നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾറെഡി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ പ്രൈവറ്റ് കോളേജിൽ MBBS എത്രയാവും. അപ്പോൾ നഴ്സിങ്ങിൻ്റെ കാര്യം എങ്ങനെ, അതുപോലെ നിൽക്കുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് നഴ്സിങ്. അപ്പോൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം തിരിച്ച് എടുക്കാനായിട്ട് നല്ലൊരു ജോബും കൂടെ ആയിക്കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷൊക്കെ എടുക്കാൻ പറ്റും. എല്ലാവരും അങ്ങനെയാണ് നഴ്സിംഗ് പഠിക്കുന്നത്. അല്ലെങ്കിൽ LBS വഴിയിട്ട് നമുക്ക് ഗവൺമെൻറ് കോളേജിൽ കയറി കഴിഞ്ഞാൽ ഒരു പൈസ പോലും ആവില്ല. പക്ഷേ അക്കോർഡിംഗ് ടു യുവർ മാർക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെയാണ്. അത് LBSൽ എക്സാം എഴുതി നഴ്സിംഗ് കയറുന്ന വിധമൊക്കെ നിങ്ങൾ അല്ലാണ്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ എന്നെ സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ കോളേജിനെ പറ്റിയിട്ടാട്ടോ കൂടുതൽ പറയുന്നത്. എനിക്കിതാണ് ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനത്തെ കുറേ ഫീസിൻ്റെ സ്ട്രക്ചർ വെച്ചപ്പോൾ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ അവരോട് പറയും, പെട്ടെന്ന് ഓരോ വർഷം 1 ലക്ഷം എന്ന് പറയുന്നത് തന്നെ കൂടിപ്പോകുന്നില്ല, പക്ഷേ അതിനെക്കാട്ടിയാവും മക്കളെ. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അയാളോട് റിപ്ലൈ പറയുന്നുണ്ട്, ഫീസൊക്കെ വന്നിട്ട് ഓരോ ലക്ഷം ആവും ഓരോ ഇയർ, അങ്ങനെയാണെന്നാണ് തോന്നുന്നത്, കറക്റ്റ് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തന്നെ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കോളേജായിട്ട് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ PBBSc ആണെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് PBBScൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞത് കാസ്റ്റിൻ്റെ ബേസിൽ വെച്ചിട്ടൊക്കെ അഡ്മിഷനുണ്ട്. സോ അതൊക്കെ വെച്ചിട്ട് കഴിയുമ്പോൾ ഫീസിന് കുറച്ച് റിഡക്ഷൻ വരും. ഗവൺമെൻറ് തന്നെ ഗ്രാൻഡ് തരുന്ന സംവിധാനം ശ്രീകോകുലത്തിനുണ്ട്. അപ്പോൾ അതിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഫീസ് കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് കൊടുക്കും. എനിക്ക് കുറച്ച് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഫീസായില്ല. എന്നാലും അഡീഷണൽ നമുക്ക് കുറച്ച് പൈസ പഠിക്കുന്നതിൻ്റെ ആവശ്യമുള്ള ചിലവുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എക്സാം ഫീ ഒക്കെ പ്രൈവറ്റ് കോളേജ് ആയതുകൊണ്ട് അതൊക്കെ നമ്മൾ തന്നെ അടയ്ക്കണം. സബ്ജക്റ്റ് ബേസ് ആയിരിക്കുമല്ലോ എക്സാം വരുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും അതിനനുസരിച്ചുള്ള എക്സാം ഫീ അടയ്ക്കുമ്പോൾ എക്സാമിന് നല്ലൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അത് സപ്ലിയും കൂടെ ആയിക്കഴിഞ്ഞാൽ അഡീഷണൽ അത് പേയ്മെൻറ്റ്. കാശ് നല്ല രീതിക്ക് നഴ്സിങ്ങിന് ചിലവാകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു അജയ് വന്നിട്ട്, അജയ് അവിടുത്തെ സ്റ്റുഡൻ്റാണെന്ന് തോന്നുന്നൊരു ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിച്ചിറങ്ങി കാണും. അപ്പോൾ എൻ്റെ ആ ഗ്രാജുവേഷൻ വ്ലോഗിൽ ഏകദേശം 800 സംതിങ് എത്രയൊക്കെ ആയിരുന്നു വീഡിയോ പോയത്. എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഒരു ചെറിയ ഷോർട്ട് പോലെ 1 മിനിറ്റ് പോലും അല്ല. അപ്പോൾ ആ വീഡിയോയിലാണ് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എനിക്ക് 43 ക്വസ്റ്റ്യൻസ് ആ വീഡിയോയിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. സോ കോളേജും ഹോസ്റ്റലൊക്കെ ചോദിക്കുന്നത്, അപ്പോൾ അതിനൊക്കെ കുറച്ച് ആൻസർ തരാൻ പറ്റും കേട്ടോ. റൂബി ജോ, ചേച്ചി കോളേജ് ബസ്സുണ്ടോ? കോളേജിന് ബസ്സുണ്ട്, പക്ഷേ സ്റ്റുഡൻസിനൊന്നും അലോഡ് അല്ല കേട്ടോ. അതിപ്പം 3 ഡേയ്സിന് ബിഫോർ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കോളേജ് ബസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ കോളേജിന് ഒരുപാട് ബസ്സുണ്ടാ, പക്ഷേ നമുക്ക് കോളേജിൽ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ സ്റ്റാഫ്, അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ബസ്. പിന്നെ എനിക്ക് ഇപ്പം ബസ്സിൻ്റെ സംവിധാനം, ഞാൻ പഠിക്കുന്ന സമയത്ത് ബസ്സിൻ്റെ സംവിധാനമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഞങ്ങൾ ഹോസ്റ്റലായതുകൊണ്ട് കൂടുതൽ അറിയില്ല. പക്ഷേ ദൂരെയൊക്കെ വരുന്നവർ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ മാത്രമല്ല ശ്രീകോകുലത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഈ ട്രിവാൻഡ്രം ആ സൈഡിലുള്ളവർ മാത്രമല്ല. അപ്പോൾ ദൂരെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കാൻ കോളേജ് വരെ തന്നെ പറയും. അടുത്തുള്ളവർക്കാണെങ്കിൽ ഇതേപോലെ ബസ്സിലിറങ്ങും. അത് ഭയങ്കര പാടാണ്. ഞാനും ഹോസ്റ്റലിൽ നിന്നാണ്. ഹസ്ബൻഡിൻ്റെ വീട് പുനലൂരാണ്. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ മാരേജ്. അപ്പോൾ അതിനുശേഷം എനിക്ക് പുനലൂരിൽ നിന്ന് ഡേ സ്കോളറായിട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ജനറൽ പഠിച്ചപ്പോഴേ ഹോസ്റ്റലിലാണ് നിന്നത്. അതുകൊണ്ട് എനിക്ക് ഹോസ്റ്റൽ ലൈഫാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. ഒരു വിധത്തിൽ ഈ നഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം കോളേജ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 8 മണിക്കാണ്. അപ്പോൾ 8 മണിക്ക് നമുക്ക് കോളേജ് കയറണമെങ്കിൽ നമുക്ക് ഹോസ്റ്റലാകുമ്പോൾ ഒരു 6:45 7 മണിക്കൊക്കെ എണീറ്റിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനും വരാനൊക്കെ ഭയങ്കരമായിരിക്കും എളുപ്പം. അതേസമയം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ദൂരത്തിനനുസരിച്ച് നമ്മൾ വരേണ്ടി വരും. അത് ഭയങ്കരധികം ബുദ്ധിമുട്ടാണ്. കറക്റ്റ് 8 മണിക്കെന്ന് വെച്ചാൽ 8 മണിക്ക് തന്നെ കയറേണ്ടി വരും. ക്ലിനിക്കാണെങ്കിൽ ക്ലിനിക്ക് കയറണം. ടൈമും പഞ്ച്വാലിറ്റി നഴ്സിങ്ങിൽ ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ദൂരത്തിനനുസരിച്ച് ഹോസ്റ്റലിൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അത് മാത്രമല്ല ക്ലാസ് 4 മണിക്ക് കഴിഞ്ഞിട്ട്
തിരിച്ച് നമ്മൾ വീട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ എത്ര സമയം, പിന്നെ നമുക്ക് ഒരുപാട് വർക്ക് കാണും, പഠിക്കാൻ കാണും, എക്സാം കാണും, ഇടയ്ക്ക് നമ്മുടെ ഉറക്കം, ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിലും ഇച്ചിരിയെങ്കിലും ടൈം കിട്ടണമെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഹോസ്റ്റലിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ ഒരു 7 മണിക്കൊക്കെ തുടങ്ങിയാൽ മതി. ഈവൻ BSc-കാർക്ക് കുഴപ്പമില്ല, പോസ്റ്റ് BSc-ക്കോ MSc-ക്കോ ശ്രീകോകുലം സെലക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ, ഈവൻ ഇൻ കേസ് മാരേജ് ആണെങ്കിൽ വീട്ടിലെ കുറേ റെസ്പോൺസിബിലിറ്റീസ്, കുട്ടി, അങ്ങനത്തെയൊക്കെ കാര്യമൊക്കെ വരുന്നവർക്ക് കുറച്ച് പാടായിരിക്കും എല്ലാം അവിടെ ചെയ്യാൻ. ഹോസ്റ്റലാകുമ്പം ഫ്രീ മൈൻഡാണ്. പിന്നെ അത് മാത്രമല്ല ഹോസ്റ്റൽ ഫീസ് സെപ്പറേറ്റും ആണ് കേട്ടോ, അതും ഞാൻ പറയുന്നു. ഹോസ്റ്റൽ ഫീ നമ്മൾ അടയ്ക്കേണ്ടി വരും. അത് ഫീസിന് പുറമേ ആയിരിക്കും ഹോസ്റ്റൽ ഫീ വരുന്നത്. ഹോസ്റ്റലിൽ കിട്ടുവാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിനൊക്കെ എല്ലാം നല്ല ഓക്കെയാണ്. പഠിക്കുന്നതിൻ്റെ 4 വർഷം നല്ല റിലാക്സായിട്ട് പഠിക്കാൻ പറ്റും. പഠിക്കാനുള്ള ടൈം നമുക്ക് ഒരുപാട് കിട്ടുകയും ചെയ്യും. പിന്നെ അതുകൊണ്ട് ബസ് ഉണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ, അതോ ഹോസ്റ്റൽ മാത്രമേ ഉള്ളൂ എന്നല്ല, ബസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ക്ലാസ്സൊക്കെ ഓക്കെയാണോ, അതുപോലെ പ്രാക്ടിക്കലൊക്കെ ഓക്കെയാണോ. നമ്മളെപ്പോഴും പഠിക്കുന്ന കോളേജിന് ഇതിലും ഉള്ളത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതായത് ആ കോളേജിൻ്റെ ആണല്ലോ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലായിട്ട് തന്നെ കാണാം. അത് മാത്രമല്ല നമ്മൾ മെഡിക്കൽ കോളേജിലും കൂടെയാണ് പഠിക്കുന്നത്. അവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് കാണും. അവരായിട്ടൊന്നും നമുക്ക് നേഴ്സിംഗുമായിട്ട് ബന്ധമില്ല കേട്ടോ. രണ്ടും 2 വലിയ ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ്. ഇപ്പുറത്തെ നേഴ്സിംഗ് കോളേജ് ആണെങ്കിൽ ഇപ്പുറത്ത് വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് കോളേജ് വരുന്നത്. രണ്ടും വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അവരുടെ രീതിയിലുള്ള റാഗിങ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഹോസ്റ്റലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരേ ബിൽഡിംഗ് ആണെങ്കിലും അവരായിട്ട് കോൺടാക്റ്റ് ഇല്ല. എല്ലാം സെപ്പറേറ്റ് നല്ല നല്ല മുറികളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ചില നഴ്സിംഗ് കോളേജിലൊന്നും ഹോസ്പിറ്റൽ കാണില്ല. അങ്ങനെ വരുന്ന കേസസിൽ പ്രാക്ടിക്കൽ സൈഡിന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും പോകുന്നത്. പ്രശ്നമൊന്നുമില്ല, നമ്മൾ അവിടുത്തെ സ്റ്റുഡൻ്റ് അല്ലല്ലോ, ആ ഹോസ്പിറ്റലിൻ്റെ സ്റ്റുഡൻസ് അല്ലാത്തതുകൊണ്ട് അതൊരു ഇതുപോലെ നമുക്കത് ഫീൽ ആവും. അത് നമുക്ക് ഫീൽ ആവുന്ന വെച്ചാൽ ചില സബ്ജക്റ്റുകൾക്ക് ഔട്ട്സൈഡ് പോസ്റ്റിങ്ങുകൾ വരും. അതായത് നമ്മൾ മെൻ്റൽ ഹെൽത്ത്, സൈക്യാട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ സൈക്യാട്രി പേഷ്യൻറ്റും ഗോകുലത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു പോസ്റ്റിംഗ് കിട്ടണം, കുറച്ചും കേസസ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ വേറെ അതിന് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റൽ ഓളംവാറയിലൊക്കെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. കോളേജിൻ്റെ എല്ലാ ഹോസ്പിറ്റലും. അപ്പോൾ അത് അതിൻ്റേതായിട്ട് നമുക്കൊരു ഫ്രീഡം ഇല്ലായ്മ തോന്നും. പക്ഷേ ഇത് ഹോസ്പിറ്റലിൽ തന്നെ, കോളേജിൽ തന്നെ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ഇത് കിട്ടാറുണ്ട്. ചില എനിക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരുന്നാലും കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സിക്ക് കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണുവാണെങ്കിൽ ഇവിടുത്തെ നഴ്സിംഗ് കോളേജിലെ സ്റ്റുഡൻ്റാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ പ്രാക്ടിക്കലൊക്കെ ഓക്കെയാണ്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് കോളേജ് ഉള്ളതുകൊണ്ട് ഏത് പ്രാക്ടിക്കലായിരുന്നാലും ഏത് കേസസ് ആയാലും എടുക്കുന്നതിന് കുഴപ്പമില്ല. ഒരു കേസ് തന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് എടുക്കണമെങ്കിൽ തന്നെ ആ കേസ് എടുക്കുന്നതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് നേഴ്സിൻ്റെ ഒക്കെ പെർമിഷൻ വേണം. ഇത് നമ്മൾ ഔട്ട്സൈഡിൽ പോസ്റ്റിങ്ങിന് വല്ലതും വേറെ കോളേജിൻ്റെ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസേ പറ്റൂ. സ്റ്റാഫൊന്നും നമ്മളോട് എത്രമാത്രം കോൺടാക്റ്റ് ചെയ്യണമെന്നല്ല, നമ്മൾ ടീച്ചറുടെ അടുത്തായിരിക്കും മിങ്കിൾ. പക്ഷേ സ്റ്റാഫിൻ്റെ ഒരു ഇതൊക്കെ വരണമെങ്കിൽ നമ്മുടെ സ്വന്തം കോളേജ് ആകുമ്പോൾ ഈ കോളേജിലെ കുട്ടി എന്നുള്ള ഇത് കിട്ടും. അപ്പോൾ കേസസ് ഒക്കെ എടുക്കുന്നതിൻ്റെ ആയിരുന്നാലും നല്ലപോലെ ആയിരിക്കും. പ്രാക്ടിക്കൽ സൈഡ് നല്ലതായിരിക്കും. പിന്നെ OT-യിലൊക്കെ കയറണമെങ്കിൽ വേറെ ഹോസ്പിറ്റലിൻ്റെ OT-യിലൊന്നും നമുക്ക് കയറാൻ അത്ര പെർമിഷൻ ഇല്ല. സ്വന്തം ഹോസ്പിറ്റലിൻ്റെ OT-യിലൊക്കെ കയറി ഒരു കേസ് എടുക്കുമ്പോൾ ഈസി ആയിട്ട് നടക്കും. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ഫോൺ അലൗഡ് ആണോ ചേച്ചി, പ്ലീസ് റിപ്ലൈ. എടാ പ്ലീസ് ഒന്നും ചോദിക്കണ്ട, ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഞാൻ ഫോൺ അലൗഡിന് എസ് എന്നാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയില്ല, കാരണം ടൈപ്പ് ചെയ്തിടുന്നതുകൊണ്ട് ഇത് പറ്റത്തില്ല. ഫോൺ അലൗഡാണ്. 4 ഇയർ സ്റ്റുഡൻസിനും BSc സ്റ്റുഡൻസിനും ഫോൺ അലൗഡാണ് ഗോകുലത്ത്. ഹോസ്റ്റലിലായിരിക്കും. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയറിന് കണ്ടിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇയറിന് എല്ലാ ടൈമിലും ഫോൺ അവർക്ക് കൊടുക്കത്തില്ല എന്നാണ് ഞാൻ ആദ്യം അറിഞ്ഞത്. പിന്നെ കൊറോണയുടെയൊക്കെ ടൈം വന്ന സമയത്ത് അവരിൽ ഫോൺ കൊടുത്ത് റൂമിൽ വെച്ചിട്ട് പോകണം, ഒരിക്കലും കോളേജിൽ കൊണ്ടുവരരുത്. അതേ ഉള്ളൂ BSc-ക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം. ഈവൻ 4th ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നാലും പോലും ഫോൺ വന്നിട്ട് കോളേജിൽ യൂസ് ചെയ്യരുത്, ഹോസ്റ്റലിൽ വെക്കുക എന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഡേ സ്കോളറിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഡേ സ്കോളർ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ താഴെ ഒരു മാഡോ ആരൊക്കെ ഇരിക്കും, അവരിൽ ഫോൺ കൊടുത്ത് പേരും സംഭവങ്ങളൊക്കെ എഴുതിയിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ റൂൾസ് വന്നത്. കുറേ കഴിഞ്ഞപ്പം എല്ലാവരും ഫോൺ കൈക്കൊണ്ട് നടക്കാൻ തുടങ്ങി. പക്ഷേ യൂസ് ചെയ്യരുത്. അത് കണ്ട് മാഡംസ് കണ്ടു കഴിഞ്ഞാൽ, അതായത് ടീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആക്കും. പിന്നെ തിരിച്ച് കിട്ടില്ല, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോകും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാം, ഹോസ്റ്റലിൽ വന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇൻ കേസ് നമ്മൾ ഹോസ്റ്റലിൽ ക്ലാസ് ടൈമിൽ കഴിഞ്ഞ് പുറത്തിറങ്ങി നമുക്ക് യൂസ് ചെയ്യാം. ക്ലാസ് ടൈമിൽ കഴിഞ്ഞ് നമുക്ക് ഫോൺ യൂസ് ചെയ്ത് കോളേജിൻ്റെ ഫ്രണ്ടിൻ്റെ ഏത് സൈഡിൽ പോയി സെൽഫി എടുത്താലും ആരും അങ്ങനെ പ്രത്യേകിച്ച് പറയത്തില്ല കേട്ടോ. ഞാനിപ്പോൾ പറയുന്നത് വെച്ച് നിങ്ങൾ ആ ഫ്രീഡത്തിൽ എടുക്കുക, ഒരു ഫ്രീ നമുക്ക് ആ കോളേജിലുണ്ട് എന്ന രീതിക്കാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇൻ കേസ് PB BSc എടുക്കാനോ MSc എടുക്കാനോ ആ കോളേജ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, അപ്പോൾ അവരാരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഫോൺ നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുപോകാം, ഹോസ്റ്റലിൽ യൂസ് ചെയ്യാം, എന്ത് യൂസ് ചെയ്യാം. ബട്ട് ക്ലാസ് സമയത്തോ ഇൻ്റർവെൽ സമയത്തോ
ആ സമയത്ത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യരുത്. ഫോൺ വിളിക്കാനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുവാണെങ്കിലും അത് കാണാതെയൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഫോൺ അവർക്ക് ക്ലാസ്സിന് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഫോൺ കയ്യിൽ കൊണ്ട് പോകുമായിരുന്നു. BSCക്കാർക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. അവർക്ക് ഹോസ്റ്റലിൽ വെക്കണം. ഹോസ്റ്റലിൽ ഫസ്റ്റ് ഇയറിൽ നിൽക്കുന്ന സ്റ്റുഡൻസിനെയൊക്കെ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്റ്റുഡൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാം. BSCയിലെ പിള്ളേരെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു മാഡം അവർ കൂടെ കാണുമായിരുന്നു. വാർഡനൊക്കെ അല്ലാണ്ട് അവരുടെ തന്നെ ട്യൂട്ടർ ഒരാൾ ആ കോളേജിൽ കാണും. ആ മാഡത്തിൻ്റെ ഇടയ്ക്കാണ് ഫോണിങ് ടൈമിന് വേണ്ടി ഫോൺ മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇതുണ്ട്. പക്ഷെ ഫോൺ നമുക്ക് കൈ കിട്ടും. പക്ഷേ എൻ്റെ GNMൻ്റെ അനുഭവം ഞാൻ പറയുന്നില്ല. ഫോണേ ഇല്ലായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഫോണിങ് ഡേ എന്ന് പറയുന്ന ഒരു ഡേയിൽ വീട്ടുകാർ വിളിക്കും. ജസ്റ്റ് 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ വിളിക്കാൻ. 10 മിനിറ്റ് 5 മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നവൾ തോന്നുന്നു. വാർഡൻ ഇങ്ങനെ ടൈം നോക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ആ ടൈം കഴിഞ്ഞ് കട്ടാവും. 5 മിനിറ്റുള്ളിൽ അവിടെ മുമ്പിൽ വെച്ചിട്ട് വേണം വീട്ടുകാരുടെ അടുത്ത് കാര്യം പറയേണ്ടത്. അങ്ങനെയായിരുന്നു ഫോണിൻ്റെ. അത് അങ്ങോട്ടല്ല വിളിക്കുന്നത്, നമ്മൾ ഇങ്ങോട്ടാണ് വിളിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു. അത്രയധികം ലിമിറ്റേഷൻസും അത്രയധികം സഹിച്ചിട്ടാണ് നമ്മൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് PBBSCക്ക് ഗോകുലത്തോട്ട് വരുന്നത്. അങ്ങനെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഗോകുലത്ത് എത്തിയപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഫോൺ യൂസ് ചെയ്യാം. വീഡിയോ ഓണായിപ്പോയി. ഫോൺ യൂസ് ചെയ്യാം, അവർക്കൊരു കുഴപ്പമില്ല. ഫുൾ ടൈം ഫോണ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈവൻ കമ്മിറ്റഡായി ലവർ ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം. അത്രയധികം ഫ്രീ ഉണ്ട് കേട്ടോ. അതാ നമ്മളൊരു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നതും കുറച്ച് ഇതാണെന്ന് വെച്ചാൽ ഗോകുലത്ത് അത്ര സ്ട്രിക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ഫ്രീ ബേഡായിരുന്നു. പിന്നെ നമ്മളന്ന് പോസ്റ്റ് BSc ആയിട്ട് നമുക്ക് തോന്നില്ല. അതെന്ന് വെച്ചാൽ ജനറൽ എടുത്തത് ഏകദേശം +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ല. നമുക്ക് ഫോണൊന്നും വലിയ താല്പര്യമില്ല. ഫോൺ അതുകൊണ്ട് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഞാൻ ജോലിക്കൊക്കെ കയറി ഹൈദരാബാദിൽ പോയ സമയത്താണ് കേട്ടോ ഞാൻ ഫോൺ എടുത്തത്. ജനറൽ നഴ്സിങ്ങിൻ്റെ സമയത്ത് 3 വർഷമൊന്നും ഫോണേ ഇല്ലായിരുന്നു. ഞാൻ ജോലിക്ക് പോയപ്പോൾ ഫോൺ മേടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞിട്ടാണ് എൻട്രൻസ് എഴുതി PBBSCക്ക് ചേരുന്നത്. അപ്പോൾ എനിക്ക് അന്നത്തെ തന്നെ അത് വെച്ചിട്ട് കയ്യിൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പാതിയായപ്പോഴായിരുന്നു കല്യാണം. അപ്പോൾ കമ്മിറ്റഡ് ആയിരുന്നു. കല്യാണമൊക്കെ ഉറപ്പിച്ചത് കൊണ്ട് ഈ ചാനലൊക്കെ വരുന്ന വിളിക്കുക പറയുക. അപ്പോഴും ഈ ഫോൺ തന്നെ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് അല്ലേ. പിന്നെ MSc ലെവലാകുമ്പോൾ അറിയാമല്ലോ, ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. സോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ. പക്ഷേ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിക്കുമായിരുന്നു. ഹോസ്റ്റലിൻ്റെ ഇൻസൈഡും അതൊരു വല്ലാത്ത ലൈഫായിരുന്നു. ഹോസ്റ്റൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട് പോലെ ആയിരുന്നു ഹോസ്റ്റൽ. റൂമിൽ 2 പേരേ ഉള്ളൂ. ഹോസ്റ്റൽ ഭയങ്കര അധികം സ്പെഷ്യലാണ് കേട്ടോ. ഹോസ്റ്റലിനെ പറ്റി ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ചോദിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പറയും. ഓക്കെ, അപ്പോൾ ഫോൺ യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇതാണ് ഫോണിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി. വീണ്ടും ഫോണിനെ പറ്റിയിട്ടും കോളിങ്ങിനെ പറ്റിയിട്ടും ഒരുപാട് കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ കമൻറ്റ് ഇട്ട് ചോദിക്കൂ. കാരണം നമുക്ക് കോളേജ് പഠിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഇന്നൊന്നും തീരില്ല. വലിയ സ്റ്റോറിയാണ്. ഈ വീഡിയോ വേണമെങ്കിൽ ഭയങ്കര ലെങ്തിലൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് മാത്രമേ പറയുന്നതാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഈ കോളേജിൽ ഹോസ്റ്റലിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ? കണ്ടിപ്പാக യൂസ് ചെയ്യാൻ പറ്റൂടാ, ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞില്ല, ഒന്ന് സെക്കൻഡ് ഇയറിലാവട്ടെ നിങ്ങൾക്ക് ഫോൺ ഫുൾ ടൈം കിട്ടും. ക്ലാസ്സിന് കൊണ്ടുപോകാതെ ഹോസ്റ്റലിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഇവൻ ഡേ സ്കോളർ ആണെങ്കിലും ബാഗിൽ വെക്കാം. പിന്നെ താഴെ ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷത്തിൽ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ റൂൾസ് റെഗുലേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇതാണ് ഒരു മേജർ സ്റ്റേജ്. ഓരോ വർഷം കഴിയുമ്പോൾ റൂൾസ് പുതിയത് വന്ന് സ്ട്രിക്റ്റൊന്നും അല്ല ആയി വരുന്നത്, കുറച്ച് ഫ്രീ ആണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ എനിക്ക് കോൺഫിഡൻസോടെ പറയാൻ പറ്റും. നമുക്ക് എന്തിനാണ് ക്ലാസ് സമയത്ത് ഫോണിൻ്റെ ആവശ്യം? ലൈബ്രറി ഉണ്ട്, എന്തെങ്കിലും റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും BScയിൽ ഭയങ്കരമായിട്ട് ചെയ്യേണ്ട. ഫസ്റ്റ് ഇയറിൽ ചെന്നിട്ട് അങ്ങനെ വലിയ ആവശ്യങ്ങളൊന്നുമില്ല. അതിൽ 4 മണിയിലുള്ള കാര്യമില്ല, കുറച്ചൊരു ടൈമിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. ലഞ്ച് ബ്രേക്കിന് 1 അവർ കിട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഫോണ് ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാം. തിരിച്ച് ക്ലാസ്സിന് 2 മണിക്ക് കയറുമ്പോൾ 1 മണി ടു 2 മണി, അതിൻ്റെ ഇടയിൽ തിരിച്ച് ഫോൺ വീണ്ടും കൊണ്ട് കൊടുക്കാം. ഇതിനൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ കോളേജിൽ കൊണ്ട് തന്നെ ഫോൺ വയ്ക്കുക. നിങ്ങൾക്ക് നിങ്ങളെ വിളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരോട് എൻ്റെ കോളേജിൻ്റെ ടൈം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കൂ എന്ന് പറയാമല്ലോ.